തൃശ്ശൂർ തന്നെ വല്ലതും വന്ന് ചോദിച്ചു, സുരേഷ് ഗോപിയുടെ പോസ്റ്ററിൻ്റെ ഇഷ്ടം പോലെയുണ്ട്, LDFിൻ്റെ ഉണ്ട്, എന്താ UDF സ്ഥാനാർത്ഥിയുടെ കാണാത്തത്? ഞങ്ങൾക്ക് സാമ്പത്തികം നന്നായിട്ട് ഞങ്ങൾക്ക് പ്രയാസപ്പെട്ടു. സംഘടനാ ദൗർബല്യം പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. സംഘടനാ ദൗർബല്യം ഉണ്ട്, പക്ഷെ അത് മാറ്റിയെടുക്കണം. പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് താഴെ തട്ടിലുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കണം. തൃശ്ശൂർ ഏതായാലും ഒരു അന്തർധാര രൂപം കൊണ്ടിരുന്നു. അതനുസരിച്ച് ചില മരയിപ്പുകൾ പല LDF കേന്ദ്രങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. പോളിങ്ങിൻ്റെ അന്ന് പോയി. BJPയിലേക്ക് EP-ക്ക് പോകാനായിരുന്നെങ്കിൽ വേറെ ആരും വേണ്ടല്ലോ, നേരെ ഡൽഹിയിൽ പോയിട്ട് അങ്ങ് ചേരായിരുന്നില്ല. ഇത് പിണറായി വിജയൻ്റെ സന്ദേശമാണ് EP നടപ്പാക്കാൻ നോക്കിയത്. അതുകൊണ്ടാണ് EP-നെ പുറത്താക്കാത്തത്. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആരവങ്ങളൊക്കെ ഒഴിഞ്ഞു. ഏകദേശം 1.5 മാസത്തോളം നീണ്ടുനിന്ന കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിനൊടുവിൽ സ്ഥാനാർത്ഥികളൊക്കെ ചെറിയ തോതിൽ വിശ്രമത്തിലാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഏകദേശം 1 മാസത്തോളം കാത്തിരിക്കണം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ K. മുരളീധരൻ MP. നമസ്കാരം. എങ്ങനെ പ്രചാരണമൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആലസ്യത്തിലായോ? പിന്നെ അതായത് ഒരു 45 ദിവസം നീണ്ട പ്രചാരണമായിരുന്നല്ലോ, കൊടുംചൂട്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. അതുകൊണ്ടൊരു പൂർണ്ണ വിശ്രമത്തിലല്ല എങ്കിലും ആ തിരക്കേറിയൊരു ജീവിതത്തിന് അല്പം വിശ്രമം കൊടുത്തിരിക്കുക. എന്തായാലും ഈ റിസൾട്ട്, തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഒരു മാസത്തോളം കാത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. സാധാരണ ഉള്ളതിനേക്കാൾ ഒരു 5-6 ദിവസം കൂടുതലുണ്ട് തവണ. കാരണം ഇലക്ഷൻ കഴിഞ്ഞത് 26-ാം തീയതിയാണ്, റിസൾട്ട് വരുന്നത് June 4. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് 35ഓളം ദിവസം കാത്തിരിക്കണം. പൊതുവേ ഒരു പോളിംഗ് ശതമാനം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അത്രത്തോളം പോളിംഗ് ശതമാനം സംസ്ഥാനത്ത് മൊത്തത്തിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ മൊത്തത്തിൽ 2 കാരണമാണ് പോളിംഗ് ശതമാനത്തിന് അല്പം കുറവെന്ന്. ഒന്ന്, ഈ ഒരുപാട് ഡിലേ എടുത്തു ഒരു പോളിങ്ങിന്. ഒന്നാമത്തത്, ഈ VVPAT-ൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും നമ്പറും തെളിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ബീപ്പ് സൗണ്ട് വരാൻ അല്പസമയം കൂടുതലെടുത്തു. അങ്ങനെ വന്നപ്പോൾ ഏതാണ്ട് ഒരു എന്താ പറയേണ്ടത്, നമ്മൾ ഈ ബാലറ്റ് പേപ്പറിൻ്റെ അത്ര സമയം എടുത്തിട്ടുണ്ട് ഒരു കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാൻ. അതൊന്നാമത്തെ കാര്യം. 2, ഈ കടുത്ത ചൂടിൽ ക്യൂ നിന്ന് പലർക്കും ബോധക്കേട് വരെ ഉണ്ടായി. നീണ്ട ക്യൂ അല്ലേ, ശ്വാസം കിട്ടില്ല. പുറത്താണെങ്കിൽ കൊടും ചൂട്. പല പോളിംഗ് ബൂത്തുകളും തുറന്ന പ്രദേശങ്ങളാണല്ലോ. ഇപ്പോൾ ഹൈസ്കൂൾ അല്ലെങ്കിൽ മറ്റ് കോളേജുകൾ എവിടെയാണെങ്കിലും പുറത്താണല്ലോ ക്യൂ. അപ്പോൾ ഈ പുറത്തെ ഈ താപനില മുഴുവൻ അവർ ഏറ്റുവാങ്ങേണ്ടി വരിക. സ്ഥാനാർത്ഥികൾക്ക് പിന്നെ ഇലക്ഷൻ 45 ദിവസം സ്ഥാനാർത്ഥികൾക്ക് അത് സഹിച്ചേ പറ്റൂ. പക്ഷേ ഒരു സാധാരണക്കാരനത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്ന് ചില ആൾക്കാർ മടങ്ങിപ്പോയ ആളുകൾ പിന്നീട് പലരും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വല്ലാതെ ഈ ഇത്തവണത്തെ ഇലക്ഷൻ പ്രോസസ്സ് തന്നെ വല്ലാത്തൊരു തകരാറിലായിരുന്നു. അതിൻ്റെ ഒന്നാം പ്രതി മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു അങ്ങനെ ടൈം എടുക്കുകയാണെങ്കിൽ വോട്ടർമാർക്ക് വേണ്ടത്ര അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫാനെങ്കിലും പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു. പിന്നെ ചില പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ, പ്രിസൈഡിങ് ഓഫീസർമാർ ജനങ്ങളോട് റഫായിട്ട് പെരുമാറിയ അനുഭവം ഉണ്ടായി. പക്ഷേ തൃശ്ശൂർ എനിക്ക് കിട്ടിയൊരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ, കംപ്ലയിൻറ്റ് ചെയ്ത ഉടനെ തന്നെ കലക്ടർ സ്ട്രോങ് ആക്ഷൻ എടുത്തിരുന്നു. പക്ഷേ അപ്പോഴും പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം, ഈ കേടുവന്ന മെഷീനൊക്കെ റിപ്പയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ടൈമൊക്കെ എടുത്തു. ഈ പല കാരണങ്ങൾ കൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റ് കുറഞ്ഞത്. എന്തൊക്കെയാണ് ഈ ഒരു പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഒരു ഏകദേശം 5% കുറവാണ് ഇത്തവണ 2024 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴും UDF 2019 ഒരു തരംഗം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ. കാരണം മൈനോറിറ്റി വോട്ടുകൾ, കഴിഞ്ഞ നിയമസഭയിൽ UDFന് നഷ്ടപ്പെട്ട മൈനോറിറ്റി വോട്ടുകൾ ഇത്തവണ കാര്യമായി തന്നെ തിരിച്ചു വന്നു. അതായത് 2019 അതേ ഒരു ട്രെൻഡ് ഇപ്പോൾ പല പോളിംഗ് ബൂത്തിലും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഒരു കാരണമായിരുന്നെങ്കിൽ അതേ ഒരു ട്രെൻഡ്, കാരണം ഇവരുടെ തൃശ്ശൂർ പൂരം മുടക്കിയ അങ്ങനത്തെ ചില പരിപാടികൾ, ഗണപതി എന്താണ് മിഥ്യയാണെന്ന് പറഞ്ഞ്, ഇതൊക്കെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഇടയിലും ഒരുപാട് മാറി ചിന്തിച്ചിട്ടുണ്ട്. അതാണ് NSS പറഞ്ഞത് സമദൂരത്തിലെ ശരിദൂരം. അതിപ്പോൾ തൃശ്ശൂരൊക്കെ UDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കഴിഞ്ഞ ലോക്സഭയിൽ അതേ ട്രെൻഡ് ഉണ്ട്. പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഭൂരിപക്ഷത്തിൽ മാറ്റം ഉണ്ടാകും, പക്ഷേ എങ്കിലും വിജയം ഞങ്ങൾക്ക് 20-20 ഉറപ്പാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെയും
പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നടപടിക്രമങ്ങളൊക്കെ തന്നെയും വിവാദമാവുകയും ഉദ്യോഗസ്ഥരെ സ്ഥലമാറ്റം ചെയ്യുകയൊക്കെ ചെയ്തു. ഇതൊക്കെ താങ്കൾക്കത് ഗുണകരമായി മാറി വരുന്നു? പൂരം അങ്ങനെ ഒരു പ്രവൃത്തി ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തപ്പോൾ അതിൽ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഒരു കമ്മീഷണർ അയച്ചാൽ ഒരു വെടിക്കെട്ട് മുടക്കാൻ പറ്റുമോ? ഒരാൾ ലൈസൻസ് ഇല്ലാതെ തുറന്നു വിടുക. 2 മന്ത്രിമാരുണ്ടല്ലോ അവിടെ ആ ജില്ലയിൽ, അവരൊന്നും ചെയ്തില്ല, അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. പറയുന്നത് പെരുമാറ്റച്ചട്ടം, ഒരു ലോ ആൻഡ് ഓർഡർ വഷളാവെന്ന് കണ്ടാൽ പെരുമാറ്റച്ചട്ടം നോക്കിയിട്ട് മന്ത്രിമാർ മിണ്ടാതിരിക്കരുത്. അല്ലെങ്കിൽ പിന്നെ മന്ത്രിമാരുടെ ആവശ്യമുണ്ട്. ആ നേരത്തെ മന്ത്രിമാർക്ക് പിരിച്ചു കിട്ടൂടെ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞിട്ട്? ഇടപെടേണ്ട സമയത്ത് ഇടപെടണം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്നാണ് പെരുമാറ്റച്ചട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു മന്ത്രി ജോലി ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ അന്നത് നടന്നില്ല. രാത്രി 11 മണി മുതൽ കാലത്ത് 6 മണി വരെ അനിശ്ചിതത്വത്തിലായിരുന്നു. അവസാനം പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് ആരംഭിക്കുന്ന 7 മണിക്കാണ്. ഞാൻ അവിടെ സ്പോട്ടിലുണ്ടാകുന്ന നേരത്ത്. തിരുവമ്പാടിയുടെ ആരംഭിക്കുന്ന 7:45. പകൽ വെടിക്കെട്ട് നടത്തിയിട്ട് എന്താ അതിൻ്റെ ശോഭ മുഴുവൻ കെടുത്തിയില്ലേ? ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നടക്കൂ. അതാണ് ജനം ചോദിക്കുന്നത്. അതാണ് ഒരു കമ്മീഷൻ വിചാരിച്ചാൽ പൂരം മുടക്കാൻ കഴിയുമോ? സർക്കാരോടെ ജില്ലാ ഭരണകൂടം എന്ത് ചെയ്തു? സംസ്ഥാന ഭരണകൂടം എന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഞാനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ആഗ്രഹിക്കുന്ന ഒരാളല്ല പൂരത്തിൻ്റെ പേരിൽ. കാരണം പൂരം എല്ലാവരും വികാരമാണ്. പക്ഷെ അത് മനഃപൂർവ്വം മുടക്കി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെയൊക്കെ തിരിച്ചടി ഗവൺമെൻറ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള LDF സ്ഥാനാർത്ഥിക്ക് അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരും. ഇപ്പോൾ അങ്ങ് UDF 20 മണ്ഡലങ്ങളിൽ ഉറപ്പായും 20 മണ്ഡലങ്ങളിൽ വിജയം സുനിശ്ചിതമെന്നൊക്കെ അങ്ങ് പറയുമ്പോൾ LDF അവരും ഇതേ രീതിയിൽ 20-20 എന്ന രീതിയിൽ പ്രതീക്ഷ പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു ഉറപ്പ് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്ന 4 മണ്ഡലങ്ങളാണ്: കണ്ണൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, ആലത്തൂർ. ഇവിടെയൊക്കെയുള്ള BJPയുടെ UDFൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഈ 4 ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ തന്നെയാണ്. കാരണം ആലത്തൂരൊക്കെ ബഹുദൂരം UDF മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവരും സിറ്റിംഗ് MP നന്നായിട്ട് അവരാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു MP പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളൊരു MLAയുടെ പ്രവർത്തനം പോലെയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പ്രവർത്തനം പോലെയോ കണക്കാക്കരുത്. കാരണം ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? റെയിൽവേ അത് ചെയ്യുന്നുണ്ട്. നാഷണൽ ഹൈവേ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെയുള്ള പല കേന്ദ്ര പദ്ധതികളും നടപ്പാക്കേണ്ടത് സംസ്ഥാനവും പഞ്ചായത്തൊക്കെ സഹകരിച്ചെങ്കിലേ നടക്കുള്ളൂ. ഇപ്പോൾ PMGSY PMGSY റോഡുകൾ ഇത്ര മീറ്റർ നിയമമുണ്ട്. ആ മീറ്റർ, അത്രയും മീറ്റർ, 8 മീറ്റർ വീതിയില്ലെങ്കിൽ അത് എടുത്തു തരേണ്ടത് ആരാ? പഞ്ചായത്താണ് എടുത്തു തരേണ്ടത്. പഞ്ചായത്തിന് കഴിഞ്ഞില്ലെങ്കിലോ? ഇപ്പോൾ റോഡിനൊക്കെ 8 കോടി 9 കോടിയൊക്കെ കിട്ടും. പക്ഷേ അവിടെയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പല പദ്ധതികളും കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഞാൻ പറയാം, MP ഫണ്ട് പോലും സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ഉദ്ദേശിച്ച രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചാരണ സമയത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം സംസ്ഥാനത്തും എല്ലാ ഘടകങ്ങളെയും PCCകളെയും ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ. തൃശ്ശൂർ തന്നെ വല്ലതും വന്ന് ചോദിച്ചു, സുരേഷ് ഗോപിയുടെ പോസ്റ്ററിൻ്റെ ഇഷ്ടം പോലെയുണ്ട്, LDFൻ്റെ ഉണ്ട്, എന്താ UDF സ്ഥാനാർത്ഥിയുടെ കാണാത്തത്? ഞങ്ങൾക്ക് സാമ്പത്തികം നന്നായിട്ട് ഞങ്ങൾക്ക് പ്രയാസപ്പെട്ടു. അല്ല, അത് ആ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് അതേ തുടർന്നുള്ള നടപടികൾ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും. അല്ലാതെ ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് സഹായിക്കാനുള്ള ഫണ്ടുകൾ, അതിലൊക്കെ ഒരുപാട് പ്രയാസം പാർട്ടി ദേശീയ നേതൃത്വത്തിനുണ്ടായി. പക്ഷെ എങ്കിലും അവർ നന്നായിട്ട് അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ സ്ഥാനാർത്ഥികളെ സഹായിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അവർക്ക് സഹായിക്കാൻ കഴിയാത്ത രീതിയിലാണ് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചത്. അതിൻ്റെ പ്രയാസം ഞങ്ങളുടെ പ്രചരണത്തിൽ കാണാമല്ലോ, നിങ്ങളും കണ്ടിട്ടുള്ളതാണല്ലോ. പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും, ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും ശശി തരൂരിനെ പോലും പിടിച്ചു നിൽക്കാൻ എത്ര പ്രയാസപ്പെട്ടു. അപ്പം അത് കാര്യമായിട്ടുള്ള ഒരു പ്രയാസം സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് BJPയോടായിരുന്നു LDFനോട്. അതായത് ഈ പ്രചരണം കൊഴുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രചാരണം BJP നന്നായിട്ട് കൊഴുപ്പിച്ചിരുന്നു, LDFും കൊഴുപ്പിച്ചിട്ടുണ്ട്. കാരണം രണ്ടുപേർക്കും ഓരോ ഭരണങ്ങളുണ്ടല്ലോ. BJPക്ക് കേന്ദ്രമുണ്ട്, LDFന് കേരളമുണ്ട്. ഞങ്ങൾക്കാണല്ലോ ഒന്നുമില്ലാത്തത്. അതുകൊണ്ടുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ടായി. പക്ഷേ അത് പ്രചാരണത്തെ എത്രത്തോളം ബാധിച്ചു? പ്രചാരണത്തിലെ ഒരു പബ്ലിസിറ്റിനെ കുറച്ചൊക്കെ ബാധിച്ചു. പക്ഷേ എങ്കിലും ഞങ്ങളൊക്കെ മാനേജ് ചെയ്തു. ജനങ്ങൾക്ക് ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ എൻ്റെ വാൾ പോസ്റ്റർ ഇല്ലാത്ത രീതിയിൽ ഞാനുണ്ടായിരുന്നു, എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു.
അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ മാനേജ് ചെയ്തു. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാ സ്ഥാനാർത്ഥികളും അത് 20 സ്ഥാനാർത്ഥികൾക്ക് ഇതേ പ്രയാസം ഉണ്ടായിരുന്നു. ഈ താഴെത്തട്ടിൽ UDFന്റെ ഈ പ്രചരണ സമയത്ത് സംഘടനാ സംവിധാനം പൂർണ്ണ തോതിൽ സജ്ജമായി പ്രവർത്തിച്ചു എന്ന് വിലയിരുത്താൻ അങ്ങേക്ക് സാധിക്കും? സംഘടനാ ദൗർബല്യം പാർട്ടിക്ക് എപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. സംഘടനാ ദൗർബല്യം ഉണ്ട്, പക്ഷെ അത് മാറ്റിയെടുക്കണം. പക്ഷെ അതുകൊണ്ടൊന്നും ആരും തോൽക്കില്ല, കാരണം ഉള്ളത് കൊണ്ട് ഓണം പോലെയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഘടനാ ദൗർബല്യം അസംബ്ലി വരുമ്പോഴും പഞ്ചായത്ത് വരുമ്പോഴൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അത് ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഒരു മൊത്തത്തിലൊരു അഴിച്ചുപണി ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞ മേലെ തട്ടിലല്ല മാറ്റം ആവശ്യം, താഴെ തട്ടിൽ കുറേ കൂടെ എനർജി പകരണം, ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കണം. ആ രീതിയിൽ ഉള്ള പരിശോധനകളൊക്കെ ഇനി നടത്തേണ്ടതുണ്ട്. ഈ സംഘടനാ സംവിധാനം പൂർണ്ണമായും സജ്ജമായിരുന്നില്ല എന്ന് അങ്ങേക്ക് അത് തോന്നിയ ആ ഒരു എവിടെയൊക്കെ ആയിരുന്നു, ഏതൊക്കെ ഘടകങ്ങളിലെ മേഖലകളിലായിരുന്നു? ചിലയിടത്തൊക്കെ ബൂത്ത് കമ്മിറ്റികളുടെ അഭാവം, ബൂത്തിലെ പ്രവർത്തകരുടെ അഭാവം, ഇതൊക്കെ ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് കുറേയൊക്കെ. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും ജനങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതുകൊണ്ടും അത് കാര്യമായി ദോഷകരമായി ബാധിച്ചില്ല. പക്ഷേ ഒരു പഞ്ചായത്ത് വരുമ്പോൾ അങ്ങനെയല്ല, നിയമസഭ വരുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇനി എങ്ങനെ പാർട്ടിയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ടാകും, അതിൻ്റെ നടപടികളുണ്ടാകും. അങ്ങനെ രണ്ടും വന്നാൽ തുടർന്നുള്ള ഇലക്ഷനുകളിൽ പാർട്ടിക്ക് ഇതേ ട്രെൻഡിൽ ജയിക്കാൻ കഴിയും. ഇത്തരത്തിൽ ഈ ഒരു സംഘടനാ സംവിധാനം പൂർണ്ണമായും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് അത് അങ്ങേക്ക് മാത്രമാണോ മുഴുവൻ UDF സ്ഥാനാർത്ഥികൾക്കും? പലയിടത്തും UDF സ്ഥാനാർത്ഥി അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യം നേതൃത്വത്തെ അറിയിക്കുന്ന ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്? അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഞങ്ങൾ ഇത്ര ബൂത്തുകൾ പ്രവർത്തനം ചെയ്താലാന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ട് നടത്തുക എന്നല്ലാതെ പാർട്ടി നേതൃത്വത്തിനോട്, അഖിലേന്ത്യാ നേതൃത്വത്തിനോട് ഈ 100 കൂട്ടം തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ ഇത്ര ബൂത്തില്ല, ഇത്ര ബൂത്തിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഞങ്ങളതൊക്കെ എന്താ പറയേണ്ടത്, അതിനൊക്കെ ഒരു ബദൽ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിച്ചു. അത് സ്ഥാനാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം തന്നെ അതൊക്കെ പരിഹരിച്ച് പ്രവർത്തിച്ചു. എന്തുകൊണ്ടാകും താഴെത്തട്ടിലുള്ള സംവിധാനം ഇത്രയും സജ്ജം? അതൊരുപക്ഷെ അവർക്ക് നേതൃത്വ നിലയുള്ള ഈ ഒരു മരവിപ്പും മടുപ്പുമാണോ, അത് ഒരു ആത്മവിശ്വാസക്കുറവ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആത്മവിശ്വാസക്കുറവല്ല, പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് താഴെത്തട്ടിലുണ്ട്. അതാണ് പ്രവർത്തനം മന്ദീഭവിക്കാനുള്ള കാരണം. അതിന് പരിഹാരം ഉണ്ടാക്കണം. എക്സോറോയി നിങ്ങൾ ആരെ വെച്ചാലും നന്നായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അല്ലാതെ ഇപ്പോൾ ഞാനൊരാളെ വയ്ക്കുന്നു, അയാൾ എൻ്റെ പെട്ടിയെടുക്കാൻ വരുന്ന ആളായതുകൊണ്ട് ഞാൻ അയാളെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ നടക്കില്ല. അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം ഇനിയൊക്കെ വെല്ലുവിളിയേണ്ട കാലഘട്ടമാണ്. മുമ്പൊക്കെ കോൺഗ്രസ് എന്നുള്ളൊരു വികാരം എല്ലാവർക്കും ഉണ്ടായത്, ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യം തേടി പോവാണ്. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെങ്കിൽ നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള പ്രവർത്തകർക്ക് അതിൻ്റേതായിട്ടുള്ള അംഗീകാരം കൊടുക്കണം. പ്രവർത്തകരൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ എവിടെയും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു മരവിപ്പുണ്ട്, ആ മരവിപ്പ് മാറ്റിയെടുക്കണം. ഞാനൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് ചെന്നപ്പോൾ ഒരുപാട് പ്രവർത്തകർ ഫീൽഡിലില്ലാത്ത പലരും രംഗത്ത് വന്നിരുന്നു. ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾ തകർക്കരുത്. നന്നായി പ്രവർത്തിക്കുന്നവരെ താഴെത്തട്ടിൽ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ ഈ എപ്പോഴും പ്രസിഡൻറ്റുമാരെ മാറ്റിയത് കൊണ്ടൊന്നും താഴെത്തട്ടിൽ സ്ട്രോങ് ആവില്ല. താഴെത്തട്ടിൽ പ്രവർത്തനം നടത്താൻ ഇപ്പോൾ CUC നല്ലൊരു പദ്ധതിയാണ്. അങ്ങനെയുള്ള പദ്ധതികൾ വെച്ചുകൊണ്ട് പ്രവർത്തകരെ ഉണ്ടാക്കണം. അതല്ലാതെ പഴയ സംവിധാനം വെച്ചിങ്ങനെ ഉന്തിയിട്ട് കാര്യമില്ല. അതിന് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് പഴയ കാലത്തുള്ളതുപോലെ അടിമകളെ പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാവരും കൃത്യമായി അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായ പല ലക്ഷ്യങ്ങളും ഉണ്ട്. അല്ല പഴയതുപോലെ വികാരം വെച്ച് പ്രവർത്തിക്കുന്നില്ല. ചുരുക്കം ചില ആൾക്കാർ പറയുമല്ലോ, വോട്ട് ചോദിച്ചാലും പറയും ഞങ്ങളിതിന് മാത്രമേ കുത്തിയിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ മുമ്പ് നമ്മൾ ഇന്ന് വോട്ട് ചോദിക്കുമ്പോൾ പറയും ഞാനിതിനെ കുത്തിയിട്ടുള്ളൂ, ഞാൻ ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയും. അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. സത്യത്തിൽ അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ അത് മനസ്സിലാക്കണമെങ്കിൽ അത് നേതൃപാഠം അതനുസരിച്ചുണ്ടാകണ്ടേ? അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ CUCക്ക് രൂപം നൽകിയത്. പക്ഷേ അത് മുന്നോട്ട് പോയില്ല പല കാരണങ്ങൾ കൊണ്ടും. ഇനി ഏതായാലും പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് ഈ രീതി പോരാ, കുറേ കൂടെ ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ 2019 പാർലമെൻറ്റൊക്കെ ജയിച്ചു, പിന്നെ പഞ്ചായത്തും പോയി, അസംബ്ലിയും പോയി. ഇനി അങ്ങനെ ഒരു തോൽവി താങ്ങാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ്സിൽ വലിയ രീതിയിലൊരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന് അങ്ങനെ ഒരു ചില പ്രചാരണങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു ചർച്ച ഇപ്പോൾ നടന്നിട്ടില്ല.
റിസൾട്ട് വന്നതിന് ശേഷമേ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുള്ളൂ. ഇപ്പോഴൊന്നും ചർച്ചയില്ല. തെരഞ്ഞെടുപ്പ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനെ തുടർന്നാണ് ആക്ടിംഗ് ചുമതല MM ഹസന് നൽകിയത്. അതിനെ ഒന്ന് തുടർന്ന് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കേണ്ടതാണ്. ഹൈക്കമാൻഡ് ഒരാൾക്ക് ചാർജ് കൊടുത്തു, ഇലക്ഷൻ കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും ചാർജ് സാധാരണ തിരിച്ചു കൊടുക്കും. അതിന് അതൊക്കെ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്. ഇപ്പോൾ ഞങ്ങളോട് ആരോടും ചോദിച്ചിട്ടില്ല ആർക്ക് താൽക്കാലിക ചുമതല കൊടുക്കണം. ഞങ്ങൾ ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. ഒരാൾക്ക് ചാർജ് കൊടുത്തു, അതേമാതിരിയൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. ഇനി പ്രസിഡന്റ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു, എന്താ ചെയ്യേണ്ടതെന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. ഞങ്ങളെ അഭിപ്രായം ഒന്നും പറയുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ കാലത്തും ഏറെക്കുറെ UDFന് അനുകൂലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അങ്ങനത്തെ അത് ഇത്തവണയും വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ന്യൂനപക്ഷങ്ങളിൽ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ NSS നിലപാടും കുറേയൊക്കെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ഇത്തവണ UDFന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുന്നാക്ക വോട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ ഒരു ഭിന്നത സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടോ? മറ്റേത് മുന്നോക്ക വിഭാഗത്തിലെ കൂടുതൽ വോട്ടുകൾ BJPക്കൊക്കെ ആയിട്ട് പോയിരുന്നല്ലോ. ഇത്തവണ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. 2019 കുറേ മുന്നോക്ക വോട്ട് UDFന് കിട്ടിയിട്ടുണ്ട്. അത് ഇത്തവണയും കിട്ടിയിട്ടുണ്ട്. BJP പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അങ്ങ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഈ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഈ 3 മണ്ഡലങ്ങൾ BJPയുടെ ഒരു വോട്ട് വിഹിതം എത്രത്തോളം ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ ഇവർക്ക് 28% തൃശ്ശൂർ വോട്ട് കിട്ടിയത് BJPക്ക്. അത് 30 ഇപ്പോൾ സർവേയിലൊക്കെ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ അന്തർധാര എന്ന് പറയാൻ കാരണം. 28% കിട്ടിയ അന്നത്തെ ഒരു ഇമേജൊന്നും സുരേഷ് ഗോപിക്ക് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. നമ്മളൊരാളെ സ്ഥിരം കണ്ടാൽ ഒരു ആദ്യം കാണുന്ന അത്ര ഒരു ആഭിമുഖ്യം ഉണ്ടാവില്ലല്ലോ, കുറയുമല്ലോ, സ്വാഭാവികമാണ്. ഇപ്പം എന്നെ കണ്ടാലും അതെ, ഇന്ന് കണ്ട ആൾ നാളെ വീണ്ടും എന്നെ കാണുമ്പോൾ ആദ്യം കാണുന്ന ഒരു ആവേശം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ 28-30 ആവേണ്ട ഒരു സാഹചര്യം ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അവിടെയൊക്കെ ചില അന്തർധാര ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 30 എത്തിയെന്ന് വരാം. പക്ഷേ എങ്കിലും BJP ജയിക്കില്ല, UDF ജയിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. ഈ അന്തർധാര തൃശ്ശൂരിൽ മാത്രമാണോ ഉണ്ടായത്? മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ടോ? തൃശ്ശൂരെ എനിക്ക് നേരിട്ട് അറിയാൻ കഴിയും. മറ്റ് മണ്ഡലങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന അറിവും എനിക്കുള്ള പരിചയമാണല്ലോ എനിക്ക് പറയാൻ കഴിയുള്ളൂ. തൃശ്ശൂർ ഏതായാലും ഒരു അന്തർധാര രൂപം കൊണ്ടിരുന്നു. അതനുസരിച്ച് ചില മരവിപ്പുകൾ പല LDF കേന്ദ്രങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു, പോളിങ്ങിൻ്റെ അന്ന് പോലും. പക്ഷെ അതുകൊണ്ട് UDFന് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഈ അന്തർധാരയുടെയൊക്കെ ഒരു സൂചന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണോ ഈ വോട്ടെടുപ്പിൻ്റെ അന്ന് തന്നെ ഈ ജാവ്ദേക്കർ EP കൂടിക്കാഴ്ച വിവാദം തലപൊക്കി വന്നത്? എന്തായാലും ജാവേദ്കറുമായിട്ട് ചർച്ച നടന്നുള്ള യാഥാർത്ഥ്യമാണ്. EP ജയരാജൻ തന്നെ പറഞ്ഞത്, ജാവേദ്കറെ കണ്ടപ്പോൾ കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നു, ലാവലിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ജാവേദ്കർ പറഞ്ഞത്, ഇതിനൊക്കെ ഒരു ഒറ്റമൂലിയുണ്ട്, തൃശ്ശൂർ ജയിപ്പിക്കുക, എല്ലാം നിങ്ങളുടെ വിഡ്രോ ചെയ്ത് തരാൻ കേസുകളൊക്കെ. വിഡ്രോ ചെയ്യാമെന്ന് മാത്രമല്ല, 2026 നിങ്ങളെ ജയിപ്പിക്കാനുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യാം. അത് അത്രയും സത്യമാണല്ലോ. അത് EP ജയരാജൻ തന്നെ പറഞ്ഞാണ്. അതിന് ശേഷമുള്ളതിനെക്കുറിച്ചല്ലേ തർക്കം. EP ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്ന് ആരും ഇറങ്ങിപ്പോയില്ലല്ലോ. EP ഇറങ്ങിപ്പോയി എന്നൊക്കെയാണല്ലോ ചില ദല്ലാൾമാർ പറയുന്നത്. ഏതായാലും ഒരു എന്താ പറയേണ്ടത്, ഒരു കമ്മ്യൂണിസത്തിനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നു. ഞാൻ അത്രേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ പ്രധാനമായും ആ കൂടിക്കാഴ്ച ലക്ഷ്യമിട്ടത് തൃശ്ശൂർ തന്നെയായിരുന്നു. തൃശ്ശൂർ, അതെ, തൃശ്ശൂർ തന്നെയാണ് ഒക്കെ നമ്പർ 1. തിരുവനന്തപുരമൊക്കെ കിട്ടിയാൽ സന്തോഷം, അതായിരുന്നു അവരുടെ BJPയുടെ നിലപാട്. തൃശ്ശൂരിനാണ്, കാരണം മോഡിയുടെ ഗ്യാരണ്ടി പറഞ്ഞ സ്ഥലം തൃശ്ശൂരാണല്ലോ. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് മോഡി തന്നെ പറഞ്ഞ തൃശ്ശൂർ വെച്ചിട്ടാണ്. 2-3 തവണ തൃശ്ശൂർ വന്നു, എന്നിട്ടും സീറ്റ് തോറ്റാൻ നാണക്കേടല്ലേ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിട്ടുവീഴ്ച ചെയ്യാൻ BJP തയ്യാറായത്. അപ്പോൾ അതിൻ്റെ ലക്ഷണം കണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു, ചോദ്യം ചെയ്തോ? അതാണല്ലോ രാഹുൽ ഗാന്ധി ചോദിച്ചത്. BJP ഇതര മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത EDക്ക് എന്താണ് കേരളത്തിനോട് എത്ര താല്പര്യം എന്ന് ചോദിച്ചത്. അതായത് അതൊരു രാഷ്ട്രീയ ചോദ്യം അദ്ദേഹം ചോദിച്ചത്. അതിന് അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെ വൃത്തികേട് പറഞ്ഞു. സത്യത്തിൽ മോഡി പറഞ്ഞ അത്രയും വൃത്തികേട് പിണറായിയും പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷനിൽ. 10 വോട്ട് കിട്ടാൻ ഉള്ള വോട്ടും കൂടെ പോയി. അതിപ്പോൾ ജൂൺ 4 അറിയാം. ഈ തൃശ്ശൂരിൽ കൃത്യമായ ഒരു അന്തർധാര നടന്നു എന്ന് അങ്ങേക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു? പഞ്ചായത്ത് തലത്തിൽ ഞാൻ ഇന്നലെ കണക്കെടുത്തപ്പോൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം CPMൻ്റെ ഉറച്ച പല പഞ്ചായത്തുകളിലും ഈ ഒരു നിസ്സംഗതയും വോട്ട് മാറി ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് BJP രക്ഷപ്പെട്ടില്ല. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. UDF പരാജയപ്പെടാനും പോകുന്നില്ല.
BJP രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത എത്രത്തോളം? അത് ഞാൻ ഇപ്പോൾ തള്ളിക്കളയുന്നില്ല. അത് ഈ അന്തർധാരയുടെ തോതനുസരിച്ചിരിക്കും. ഒരു വിഭാഗം പറയുന്നുണ്ട് EP ഇപ്പോഴും BJPയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് EP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ഒരു ഭീഷണിയിലൂടെ അദ്ദേഹം മാറ്റി. അങ്ങനെ ഞാൻ ആ സംഭാഷണത്തിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ EP പറഞ്ഞ ഒരു സംഭാഷണ രീതി വെച്ച് നോക്കുമ്പോൾ പിണറായിയുടെ ഒരു ഏജൻ്റായിട്ട് EP ജാവേദ്കറായിട്ട് സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ BJPയിലേക്ക് EPക്ക് പോകാനായിരുന്നെങ്കിൽ വേറെ ആരും വേണ്ടല്ലോ, നേരെ ഡൽഹിയിൽ പോയിട്ട് അങ്ങ് ചേരായിരുന്നില്ലേ. ഇത് പിണറായി വിജയൻ്റെ സന്ദേശമാണ് EP നടപ്പാക്കാൻ നോക്കിയത്. അതുകൊണ്ടാണ് EPനെ പുറത്താക്കാത്തത്. നേരെ EP നേരിട്ട് BJPയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് പാർട്ടിക്ക് തോന്നിയാൽ ഓൺ ദ സ്പോട്ട് ആളെ പുറത്താക്കില്ലേ. ഇപ്പോഴെന്താ പുറത്താക്കാത്തത്? പുറത്താക്കിയാൽ പല സത്യങ്ങളും പുറത്തു വരും. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂടിക്കാഴ്ച പിണറായി വിജയൻ്റെ അനുമതിയോടുകൂടി നടത്തിയ കൂടിക്കാഴ്ച എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതും തൃശ്ശൂരിലെ അങ്ങയുടെ സ്ഥാനാർത്ഥിത്വവും തമ്മിൽ ഈ പ്രചാരണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണത് അങ്ങേക്ക്? അല്ല, അത് ഇപ്പോൾ പത്മജ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഡറുടെ തട്ടകത്തിലൊരു ഇളക്കം ഉണ്ടാകുന്നൊക്കെയുള്ള ചില പ്രചരണങ്ങളുണ്ടായി. അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞത് തൃശ്ശൂർ മത്സരിക്കാൻ. അവിടുത്തെ MP പ്രതാപനും പറഞ്ഞു ഇങ്ങനെ KM വരുന്നതാണ് കുറേ കൂടെ നന്നാവുക. അങ്ങനെയാണ് ഞാൻ പോയത്. പകരം വടകര ഷാഫിക്ക് കൊടുത്തു. അതുകൊണ്ട് 2 സീറ്റ് ഞങ്ങൾ ജയിക്കും. പത്മജ വേണുഗോപാലിൻ്റെ ആ ഒരു BJP പ്രവേശനം തൃശ്ശൂരിൽ അങ്ങയുടെ പ്രചാരണത്തെ, സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും രീതിയിൽ UDFനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ട്? 0.5% പോലും ബാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മവിശ്വാസം? കാരണം ഫീൽഡിൽ എല്ലാവരും ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും ഫീൽഡിലുണ്ടായിരുന്നു. ആരും കൂടെ പോയിട്ടില്ല. എല്ലാ പ്രധാനപ്പെട്ടവരും കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആത്മവിശ്വാസം. ഒരാൾ പോലും പോയിട്ടില്ല. മാത്രമല്ല പലർക്കും ആവേശത്തോടെ രംഗത്ത് വന്നു. ലീഡറുടെ സ്മൃതി കുടീരത്തിൽ അവിടെ BJP പ്രവർത്തകർ, പത്മജയോടൊപ്പം BJP പ്രവർത്തകർ അവിടെ വരികയൊക്കെ ചെയ്ത ഒരു വിഷയം, അത് ഏതെങ്കിലും രീതിയിൽ വൈകാരികമായി കോൺഗ്രസ് പ്രവർത്തകരെ ബാധിച്ചു എന്ന് കരുതുന്നു? അത് BJPക്ക് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കി. കാരണം ഒരു ഓർമ്മ ദിനത്തിൽ ഇങ്ങനത്തെ കളി കളിച്ചത് മോശമായി എന്നുള്ള ചിന്താഗതി BJP അനുകൂലിക്കുന്നവരിലുണ്ടായി. അത് അവർക്ക് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം സാധാരണ ഒരു നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഓർമ്മ ദിനത്തിൽ ആരും രാഷ്ട്രീയം കളിക്കാറില്ല. ഞാൻ തന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ചരമവാർഷികത്തിൻ്റെ സന്ദർഭത്തിൽ DCC പരിപാടി നടത്താറുണ്ട്. അത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരു യോഗം പോലും വയ്ക്കാറില്ല, മൈക്ക് വയ്ക്കാറില്ല, ഒരു പ്രസംഗം നടക്കാറില്ല. കരുണാകരൻ്റെ ചരമവാർഷികത്തിന് പോലും അവിടെ DCCയുടെ പ്രാർത്ഥനയുണ്ടാവുക, സർവ്വമത പ്രാർത്ഥന. വരുന്നവർക്കൊക്കെ ഒരു ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അതല്ലാതെ ഒരു പ്രസംഗമോ ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. ആ ദിവസമാണ് കുറച്ച് ആൾക്കാർക്ക് BJPയിൽ അംഗത്വം കൊടുത്തത്. അതൊക്കെ ശരിയായുള്ള നടപടിയാണ്. അത് BJPക്ക് നെഗറ്റീവായിട്ട് പോകും. പക്ഷേ ഇനി അങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം ഓർമ്മ ദിനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം നടത്തേണ്ടതല്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് പത്മജ ഇറങ്ങും എന്നങ്ങ് പ്രതീക്ഷിച്ചിരുന്നു? സ്വാഭാവികമായിട്ടും അവർ ഇറങ്ങുന്നതാണല്ലോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുക. അപ്പോൾ അവർക്ക് തന്നെ തോന്നിക്കാണും, BJPക്ക് തന്നെ തോന്നിക്കാണും, അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ലയെന്ന് തോന്നിക്കാണും. അതൊക്കെ ഇനി അവരുടെ ആഭ്യന്തര കാര്യമാണ്, നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അനിൽ ആൻ്റണി ഈ BJPയിലേക്ക് പോയതിനു ശേഷം AK ആൻ്റണി ഇപ്പോൾ പറയുന്നത് അനിൽ എൻ്റെ മകനാണ്, ആശയപരമായി അത് അനിലിന് BJPയോടായിരിക്കും, പക്ഷേ വീട്ടിൽ മകൻ വരികയോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം പറയാറില്ല, ഒരു കുടുംബമാണ്, അച്ഛൻ മകൻ ആ രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നാണ്. പത്മജ അങ്ങയുടെ പെങ്ങളാണ്. പാർട്ടിയിൽ ആശയപരമായി പത്മജ BJPയിലേക്ക് പോയി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഇല്ല, ഞാൻ പറഞ്ഞില്ല, സഹോദര എന്ന ബന്ധം പറഞ്ഞില്ല, ആ ബന്ധങ്ങളൊക്കെ നിർത്തിയെന്ന് പറഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ ചതിച്ചു പോയി. അങ്ങനെയുള്ളവരെ കോംപ്രമൈസ് ഇല്ല, ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. 2026 നിയമസഭാ ഇലക്ഷന് അങ്ങ് ജയിച്ചാലും തോറ്റാലും, ഇവിടെ MP ആയാലും അല്ലെങ്കിൽ പോലും അങ്ങ് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവ് നിൽക്കും എന്നൊരു ആ രീതിയിൽ പലരും ഇപ്പോഴും അങ്ങനെയൊക്കെ സംശയിക്കുന്നുണ്ട്. പ്രതീക്ഷ ഇപ്പോഴും രാഷ്ട്രീയ കോണുകളിലുണ്ട്. തൃശ്ശൂരിൽ വിജയിച്ച് MP ആയി കഴിഞ്ഞാൽ ഇനി 5 വർഷത്തേക്കൊരു മത്സരമില്ല. അക്കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല. 24 ഇപ്പോൾ ഇലക്ഷനിൽ ജനങ്ങൾ വിജയിപ്പിച്ച് 5 കൊല്ലത്തേക്ക് എന്നെ MP ആയി തിരഞ്ഞെടുത്താൽ 5 വർഷം തൃശ്ശൂരിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ തൃശ്ശൂരുകാരോടൊപ്പം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് അപ്പം ആലോചിക്കാം, അന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ മറിച്ച് സംഭവിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പത്മജ പാർട്ടിയിൽ വിട്ട് BJP പ്രവേശനവും ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഉയർത്തിക്കാട്ടിയൊരു വിഷയം
കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പാർട്ടി ബലിയാടാക്കുന്നു. അദ്ദേഹം വട്ടിയൂർക്കാവ് MLA ആയപ്പോൾ അത് രാജിവെപ്പിച്ച് അദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്ന് പിന്നെയും മാറി, പിന്നെയും വടകരയിൽ നിന്ന് മാറ്റി പിന്നെ തൃശ്ശൂരിൽ കൊണ്ടുവരുന്നു. അങ്ങനെ പാർട്ടി ബലിയാടാക്കിയ ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവാണ് കെ മുരളീധരൻ. അതായത് 100% തോൽവിയുള്ള സ്ഥലത്തല്ലല്ലോ നിർത്തിയത്, സിറ്റിംഗ് സീറ്റിലല്ലേ കൊണ്ട് നിർത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ബലിയാടാക്കുന്നത്? സിറ്റിംഗ് MP ഉള്ള സ്ഥലത്താണ് കഴിഞ്ഞ തവണ ഏതാണ്ട് 93,000 വോട്ടിന് ജയിച്ചൊരു സീറ്റിലാണ് എന്നെ മാറ്റി നിർത്തിയത്, അങ്ങോട്ടേക്ക് എന്നെ കാൻഡിഡേറ്റ് ആക്കുന്നത്. അവിടെ എങ്ങനെയാണ് ബലിയാടാവുന്നത്? എങ്ങനെയാണ്? അങ്ങനെ ബലിയാടെന്നുള്ള പ്രശ്നം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ബലിയാടാക്കി എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. പത്മജ ഉന്നയിച്ച വിഷയങ്ങൾ, ഒന്ന് പാർട്ടിയിൽ നിന്ന് നിരന്തരം ഉണ്ടായ ഒരു അവഗണന, മറ്റൊന്ന് ലീഡർക്ക് വേണ്ടിയുള്ള ഒരു ഇവിടെ സ്മൃതി മണ്ഡപം ലീഡർക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് അതിനുവേണ്ടി കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള വേണ്ടത്ര യാതൊരു പിന്തുണയും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിരവധി കാരണങ്ങൾ, വിഷയങ്ങളാണ് അവർ ഉയർത്തിക്കാട്ടിയത്. പോയ സമയത്ത് ഏതാണ്ട് അതിനു മുമ്പ്, അതിൻ്റെ 2 ആഴ്ച മുമ്പ് തന്നെ അതിനുവേണ്ടി 1 കോടി സമാഹരിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആ ഫണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു 2 ആഴ്ച മുമ്പ്. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് ഡിലേ വന്നു. അത് കഴിഞ്ഞ് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും വർക്ക് നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ എന്തായാലും പൂർത്തിയാക്കും, ഒരു സംശയം കാര്യത്തിൽ വേണ്ട. അതിനുവേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിന് ചുമതല പത്മജയ്ക്ക് മാത്രമായിരുന്നു? അങ്ങനെയില്ല, എല്ലാവർക്കും കമ്മിറ്റിയിൽ സ്വാഭാവികമായിട്ടും അവർ ട്രഷററായിരുന്നു, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചുമതലയുണ്ടാവും. പക്ഷേ പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 1 കോടി വിരിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഇനി അതിൻ്റെ വർക്ക്, ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ സ്മാരകം ഉയരുക തന്നെ ചെയ്യും. ഈ അനിൽ ആൻ്റണി BJPയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിൻ്റെയൊക്കെ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നു. പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആൻ്റണിയുടെ പ്രതിരോധ രഹസ്യങ്ങൾ വരെ വിറ്റ് കാശാക്കിയ വ്യക്തിയാണ് അനിൽ ആൻ്റണി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് പോയി എന്ന് പറയുന്നു. ആ രീതിയിൽ പത്മജയ്ക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഭയമോ ഒരു ഭീഷണിയുടെ നിലയിൽ തന്നെ ആയിരുന്നു പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലർക്ക് അതിനോട് ആഭിമുഖ്യം തോന്നി പോയി കാണും. അതല്ലാതെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയാണെന്നൊക്കെ വെറും ഊഹാപോഹങ്ങൾ വെച്ച് നമ്മൾ അതിനെ വിലയിരുത്തുന്നത് ശരിയല്ല. അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടം അനുസരിച്ച് അവർ തീരുമാനം എടുക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ശരിതെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതല്ലാതെ ഇന്ന കാരണം കൊണ്ട് പോയി എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിൽ നിന്ന് ഇനി നിരവധി നേതാക്കൾ ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും, തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴത്തേക്കും BJPയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ ശക്തമായി തന്നെ നേതാക്കൾ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയും, ഒരു കാരണവശാലും BJP കേരളത്തിൽ വേര് പിടിക്കില്ല. ഈ രീതിയിൽ നേതാക്കളുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമ്പോൾ അത് വേര് പിടിക്കാൻ ഉറപ്പ് പറയാൻ പറ്റുമോ? ഇതുവരെ കൊഴിഞ്ഞുപോക്കിൽ എന്തുണ്ടായി നേട്ടം? ഇതുവരെ കൊഴിഞ്ഞുപോയവരെ കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി BJPക്ക്? അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് BJP വാഴില്ല, അക്കാര്യത്തിൽ 101% ഉറപ്പാണ്. BJP വാഴില്ല, പക്ഷെ BJPയുടെ വോട്ട് വിഹിതം ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരിക്കും. അത് കുറയാനും ചാൻസ് ഉണ്ട്. ഒരിക്കൽ കൂടിയല്ലോ, 2004 കൂടിയിട്ട് 2009 താഴോട്ട് പോയില്ലേ? അതുപോലെ തന്നെയാണ്. ഒരിക്കൽ കൂടിയാൽ കുറയും. അപ്പോഴും MP ഉണ്ടാവില്ല, MLA ഉണ്ടാവില്ല, കൂടിയാലും കുറഞ്ഞാലും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നായാലും മറുഭാഗത്ത് കോൺഗ്രസിനായാലും വലിയൊരു ടാർഗറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇനി 2 വർഷം മാത്രം ബാക്കി നിൽക്കെ നിയമസഭാ ഇലക്ഷന് ഏതൊക്കെ നേതൃനിരയിൽ ആരൊക്കെ ഉണ്ടാകണം, ആരെയൊക്കെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം, ഇതൊക്കെ തന്നെയും അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വലിയ ചർച്ചകളൊക്കെ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടാകും. ജൂൺ 4 ശേഷമേ ഏതെങ്കിലും ചർച്ച തുടങ്ങുള്ളൂ. അതുവരെ ഒരു ചർച്ചയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ജൂൺ 4 കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യേണ്ട ആവശ്യമാണെങ്കിൽ തീർച്ചയായും ചർച്ച ചെയ്യും. ഏതായാലും ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ ചർച്ചയുണ്ടാവും, നടപടിയുണ്ടാവും. നേതാക്കളൊക്കെ തന്നെ വലിയ സജീവമായി സംസ്ഥാന കോൺഗ്രസിൽ പിന്നെയും സജീവമായി നിൽക്കുന്നു. അതായത് ദേശീയ നിരയിൽ നിന്നവർ പോലും വീണ്ടും സംസ്ഥാന ലെവലിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ച. ഇതൊക്കെ 2026 കോൺഗ്രസിന് ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നതിനപ്പുറം പാർട്ടിക്കുള്ളിൽ വീണ്ടും അസ്വാരസ്യങ്ങളൊക്കെ തലപൊക്കി വരുന്നതിൻ്റെ ഒരു കാരണമായി മാറുമോ? ഇനി അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇനി അങ്ങനത്തെ ഒന്നും താങ്ങാൻ ആരോഗ്യം പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ അസ്വാരസ്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. അത് പ്രവർത്തകരോട്ട് അംഗീകരിക്കില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഉൾക്കൊണ്ട് പോയാൽ മാത്രമേ തിരിച്ചു വരൂ. കേരളത്തിൽ തിരിച്ചു വരണം, വന്നേ പറ്റൂ. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ ജൈത്രയാത്ര അല്ലെങ്കിൽ ഈ യാത്രയ്ക്ക് ഈ ഉണ്ടായ പരാജയത്തിൻ്റെ ആ ഒരു പശ്ചാത്തലമൊക്കെ വലിയ രീതിയിൽ പാഠം പഠിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പ്രവർത്തകരെ അതിനൊന്നും കൂട്ടുന്നില്ല. ഇപ്പോഴത്തെ ഗ്രൂപ്പ് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിത്വമൊക്കെ കുറേ മാറിയില്ലേ, കുറേ ചേഞ്ച് വന്നിട്ടില്ലേ? ഇനി പൂർണ്ണമായിട്ട് ചേഞ്ച് വരും. കാരണം ഒരുപാട് പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 8 വർഷമായിട്ട് തല്ലുകൊള്ളുകയാണ് പാർട്ടിക്ക് വേണ്ടി. എത്ര കേസുകളിൽ പ്രതിയാണ് പലരും.
എത്ര പെൺകുട്ടികൾ പ്രതികളായി, എത്ര സ്ത്രീകൾ പ്രതികളായി. അവരൊക്കെ നാളെ നല്ലൊരു ഭാവി പാർട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അതൊക്കെ തമ്മിൽ തല്ലി കളയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും തമ്മിൽ തല്ലാൻ വന്നാൽ അത് പ്രവർത്തകർ അംഗീകരിക്കില്ല. അങ്ങനെയുള്ളവരെ പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാവും കേരളത്തിൽ. അത് മാത്രമേ ഞാൻ പറയുന്നു. എല്ലാ ആശംസകളും. ഇത്രയും സമയം വാക്കുമറുവാക്കുമായി സഹകരിച്ചത് നന്ദി. നമസ്കാരം.